ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് വിനീതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിൽ തന്നെ വിനീത് ആരാണെന്ന് ഓപ്ഷൻ എന്നോട് ചോദിക്കുന്നതിനും വരെ ഞാൻ മിണ്ടാതിരുന്നു. അദ്ദേഹം പല ഓപ്ഷൻസ് വെച്ചിട്ടില്ല, നമ്മൾ രണ്ടുപേരും. അപ്പോൾ വിനീതിന് എൻ്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലാണ് കഥയെല്ലാം കേട്ട് നമ്മൾ ആലോചനയുടെ ഒരു സെക്കൻഡ് ഘട്ടത്തിലാണ് നമുക്കിത് ആരാണ് രാജേഷിൻ്റെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിപ്പോഴും പവിത്രന് വേറൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല, എഴുതുന്ന ഒരു ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല. ഈ ദിലീപ് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജോണറാണല്ലോ, നമുക്ക് എന്റർടൈൻ ചെയ്തിട്ടുള്ള ആ സിനിമകളിലെ ഒരു പാക്കേജ് സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു വെക്കേഷൻ ടൈമിലാണ് സിനിമ വരുന്നത്. അപ്പൊ വെക്കേഷൻ സമയത്ത് മുമ്പ് വന്നപ്പോഴൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. സോ എല്ലാം കൂടെ കൂടിച്ചേർന്നൊരു സക്സസ് ഫോർമുലയിലേക്കാണോ ഈ ഭാവിയുടെ ഒരു യാത്ര? തീർച്ചയായിട്ടും. കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ. അപ്പം ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവിക്കാർട്ടേക്കാൾ. അപ്പം അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി. നിങ്ങളെ ചിരിപ്പിക്കും, ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ല, അയാളെ ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറയില്ലേ. നിങ്ങളെൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്രൻ. ബോഡിഗാർഡിലൊക്കെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എക്സൈറ്റ്മെന്റ് വരുമ്പോൾ കുറച്ച് ജസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ ട്രെയിലറിലൊക്കെ നമുക്ക് അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് കാണാം. അപ്പൊ ദിലീപേട്ടന്റെ ഒരു പഴയ എന്റർടൈനിങ് സ്റ്റാർട്ടുള്ള റീഇൻവെൻഷൻ ആണോ പവിത്രയൊക്കെ? റീഇൻവെൻഷൻ ഒന്നുമില്ല, നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ്. ഞാനിപ്പോഴും പറയാറില്ല, എൻ്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീര